എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്തൊരു പ്രതീകമുണ്ട് അല്ലേ? അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? പാസ്റ്റർ എൽവിസ് ഫോർ ചർച്ചിന്റെ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി അതിലെ 6 പ്രധാന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ആദ്യം എന്താണ് ഈ രക്ത ഉടമ്പടി എന്ന് നോക്കാം. പിന്നെ പാപമോചനം, ശിക്ഷയിൽ നിന്നുള്ള മോചനം, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കൽ, അങ്ങനെ പോയി മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതും സാധാനെതിരെയുള്ള വിജയവും വരെ നമ്മൾ കവർ ചെയ്യും. ഓരോന്നായിട്ട് നോക്കാം. അതോ ഒന്നാമത്തെ പോയിന്റ്, രക്ത ഉടമ്പടി. എന്താണിത്? പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ ഒരു അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്നാണ്. രക്തം, അത് വെറും രക്തം മാത്രമല്ല, അതൊരു വാഗ്ദാനത്തിന്റെ, ഒരു കരാറിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ ഒരു കരാറുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാറ്? ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടും, അല്ലേ? പക്ഷെ പണ്ടുകാലത്ത് ഏറ്റവും വലിയ, ഏറ്റവും ഗൗരവമുള്ള കരാറുകൾ ഒപ്പിട്ടിരുന്നത് രക്തം കൊണ്ടായിരുന്നു. അതായത് ആ വാക്കിന് ജീവന്റെ വിലയുണ്ടായിരുന്നു. വെറുമൊരു നിയമപരമായ ഉടമ്പടിയല്ല, അതൊരു ജീവൻ മരണ വാഗ്ദാനമായിരുന്നു. അപ്പോ എന്താണ് ഈ രക്ത ഉടമ്പടി എന്നിതിൽ പറയുന്നത്? ശരിക്കും പറഞ്ഞാല് ചിന്തിക്കാൻ പറ്റുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു കരാറാണിത്. ഒരു ഉടമ്പടിക്കു വേണ്ടി സ്വന്തം ജീവൻ തന്നെ നൽകുന്നു. ഇവിടെ യേശുവിന്റെ രക്തം അല്ലെങ്കിൽ മരണം, അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കുള്ള ഒരു ഫൈനൽ ഗ്യാരണ്ടിയായി മാറുകയാണ്. ശരി, ഈ ഒരു ശക്തമായ ഉടമ്പടിയാണ് അടിസ്ഥാനം. ഇനി ഇതിൽ നിന്ന് വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം: പാപമോചനവും പിന്നെ ശുദ്ധീകരണവും. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. പ്രഭാഷണമനുസരിച്ച് ദൈവത്തിൽ നിന്ന് ക്ഷമ കിട്ടാൻ ഒരു വ്യവസ്ഥയുണ്ട്. അത് വെറുതെ ചോദിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. അതിനൊരു വില കൊടുക്കണം. ആ വില ഒരു ജീവനാണ്. ആ ചൊരിയപ്പെട്ട രക്തം ആ ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. രക്തം ചൊരിയാതെ പാപമോചനമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അപ്പോ ഇതിനൊരു ക്രമമുണ്ട്. നോക്കൂ, ആദ്യം പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതാണ് ഒന്നാം ഘട്ടം. പിന്നെ ആ പാപത്തിന് പകരമായി ഒരു ജീവൻ നൽകപ്പെടുന്നു, അതായത് രക്തം ചൊരിയപ്പെടുന്നു. അതോടെ 3ാം ഘട്ടമായ ക്ഷമ കിട്ടുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. 4ാമത്തെ ഘട്ടത്തിൽ വെറും ക്ഷമ മാത്രമല്ല, ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണം തന്നെ നടക്കുന്നു. അതായത് ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കുറ്റമറ്റവരായി മാറുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പാപമോചനം കിട്ടി, ശുദ്ധീകരണവും കിട്ടി. ഇനി അടുത്തതെന്താണ്? ശിക്ഷയിൽ നിന്നുള്ള മോചനവും നമ്മൾ ഒരു വിലയ്ക്ക് വാങ്ങപ്പെട്ടു എന്ന സത്യവുമാണ്. ഇവിടെയാണ് നമ്മൾ വീണ്ടെടുപ്പ് എന്ന വാക്ക് കേൾക്കുന്നത്. എന്താണ് ഈ വീണ്ടെടുപ്പ്? ഇത് വെറുതെ ക്ഷമിച്ചു എന്ന് പറയുന്നത് പോലെയല്ല. മറിച്ച് നമ്മൾ ചെയ്ത തെറ്റിന് കിട്ടേണ്ട ശിക്ഷയുണ്ടല്ലോ, അതിൽ നിന്ന് പൂർണ്ണമായി നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ആ ശിക്ഷ തന്നെ ഇല്ലാതാവുന്നു. മാത്രമല്ല, പ്രഭാഷണം ഇതിനെ ഒരു വാങ്ങലായിട്ടാണ് കാണുന്നത്. യേശുവിന്റെ രക്തം എന്ന വില കൊടുത്ത് നമ്മളെ വാങ്ങിയെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നോ? നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് സ്വന്തമല്ല. അതിന് പുതിയൊരു ഉടമസ്ഥനുണ്ട്. അത് ദൈവമാണ്. ശരി, അപ്പോൾ ഒരാൾക്ക് ക്ഷമ കിട്ടി, ശുദ്ധീകരണം കിട്ടി, ശിക്ഷയിൽ നിന്ന് മോചനവും കിട്ടി. ഇതൊക്കെ കിട്ടിയാൽ പിന്നെ എന്താ? സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇതാണ്: ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് എന്ത് സംഭവിക്കും? അതാണ് 4ാമത്തെ പോയിന്റ്. ഈ ആശയമനുസരിച്ച് രക്തം ചൊരിയപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു? മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായിരുന്നു. കാരണം പാപം നമ്മളെ ദൈവത്തിൽ നിന്നകറ്റി ഒരു ശത്രുവിന്റെ സ്ഥാനത്ത് നിർത്തി. എന്നാൽ യേശുവിന്റെ രക്തം അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നു. അതൊരു പാലം പോലെ പ്രവർത്തിച്ചു. ശത്രുത മാറ്റി വീണ്ടും ഒരുമിക്കുന്ന അവസ്ഥ, അതായത് അനുരഞ്ജനം സാധ്യമാക്കി. ഈ അനുരഞ്ജനം എന്ന വലിയ ആശയം മനസ്സിലാക്കാൻ പാസ്റ്റർ വളരെ ലളിതമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഒരു ചായ കുടിച്ചാൽ ദേഷ്യമൊന്ന് തണുക്കില്ലേ? അതുപോലെ പാപത്തോടുള്ള ദൈവത്തിന്റെ കോപത്തെ യേശുവിന്റെ രക്തം ശമിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ലളിതമായൊരു വിശദീകരണമല്ലേ? ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്നാൽ ഇതിനൊരു സാമൂഹിക വശം കൂടിയുണ്ട്. യേശുവിന്റെ രക്തം എങ്ങനെയാണ് മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് എന്ന് നോക്കാം. ചരിത്രപരമായി നോക്കിയാൽ യഹൂദന്മാർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. മറ്റെല്ലാവരും, അതായത് വിജാതീയർ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഈ പ്രഭാഷണത്തിൽ പറയുന്നത് യേശുവിന്റെ രക്തം ഈ 2 കൂട്ടർക്കുമിടയിലുണ്ടായിരുന്ന ആ വലിയ മതിൽ അങ്ങ് ഇല്ലാതാക്കി എന്നാണ്. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? യഹൂദനെന്നോ വിജാതീയനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒരൊറ്റ പുതിയ മനുഷ്യവർഗമുണ്ടായി.
അവരെ ഒന്നിപ്പിക്കുന്നതെന്താണ്? യേശുവിന്റെ രക്തത്തിലുള്ള ഒരേയൊരു വിശ്വാസം. അവിടെ പിന്നെ ജാതിക്കോ വംശത്തിനോ സ്ഥാനമില്ല. അപ്പോ നമ്മൾ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രായോഗികമായതുമായ പോയിന്റിലേക്ക് എത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? സാത്താനെതിരെയുള്ള വിജയത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സാത്താൻ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളുമായി വരുമെന്നാണ് വിശ്വാസം. അതിനെ നേരിടാൻ ഒരു വിശ്വാസിയുടെ കയ്യിൽ 2 ആയുധങ്ങളുണ്ടെന്ന് പ്രഭാഷണം പറയുന്നു. ഒന്നാമത്തേത് കുഞ്ഞാടിന്റെ രക്തം, രണ്ടാമത്തേത് അവരുടെ സ്വന്തം സാക്ഷ്യം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഒരു വിശ്വാസിയെ കുറ്റബോധം വേട്ടയാടുമ്പോൾ നീ പാപിയാണ് എന്ന് സാത്താൻ പറയുമ്പോൾ അവർക്ക് തിരികെ പറയാൻ ഒരു മറുപടിയുണ്ട്. എന്റെ കേസ് ക്ലോസ് ചെയ്തതാണ്, അതിന്റെ തെളിവാണ് യേശുവിന്റെ രക്തം എന്ന് പറയാം. ആ രക്തം അവരുടെ ക്ഷമയുടെയും ശുദ്ധിയുടെയും വീണ്ടെടുപ്പിന്റെയും നിയമപരമായ രേഖയാണ്. അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളും അവിടെ നിശ്ശബ്ദമാകും. അപ്പോ നമ്മളിവിടെ കണ്ടത് ഒരൊറ്റ പ്രതീകം, അതായത് ക്രിസ്തുവിന്റെ രക്തം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശക്തമാണെന്നാണ്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നു. ഇതുപോലുള്ള ശക്തമായ പ്രതീകങ്ങളിലുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അവരുടെ ലോകത്തെ കാണുന്ന രീതിയെയും ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനെയും എത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ടാകും? ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.